ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. ഞാനിവിടെ കുറച്ച് കക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്ക വെച്ചിട്ടുള്ളൊരു തോരനാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ തേങ്ങയിലേക്ക് ഇടുക. ഒരു അരമുറി തേങ്ങ ഇവിടെ തിരികെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നീട് ഒരു 2 സ്പൂണോളം കുരുമുളക് പൊടി ഇടുക. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുള്ളത് ഒന്ന് ചതച്ചാൽ മാത്രം മതി. പിന്നീട് അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ തട്ടിയിട്ട് വഴറ്റുക. ചെറിയ ഉള്ളിയാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. സവാളയല്ല എടുക്കേണ്ടത്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം. വഴറ്റിയെടുക്കുക. വഴറ്റി ഒരു ബ്രൗൺ കളറായിട്ടൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി കൂടി ഇതിലേക്കിട്ട് ഇളക്കുക. ഇത് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊണ്ടുവരുന്ന കക്ക നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്താണ് നമ്മൾ ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ അത് പറയാൻ നേരത്തെ വിട്ടുപോയി. കക്ക അങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ കക്കായും കൂട്ടൊന്ന് വഴറ്റി അതൊന്ന് വെന്ത് വരുമ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും, എരിവ് നോക്കി, എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. പിന്നീട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. തട്ടിപ്പൊത്തി വെക്കുക എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ താണ്ട് നമ്മുടെ കക്കാത്തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കാത്തോരനാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ.